വീടിന് സ്ഥാനം നോക്കിയൊരു പയ്യൻ ഇവിടെ വന്നു. നല്ല ധ്യാനത്തിൽ പങ്കെടുത്ത പയ്യനാ, ധ്യാനങ്ങളിൽ പങ്കെടുക്കുന്ന പയ്യനാ. ഞാനത് പറയുന്നതിൻ്റെ കാരണം ഇത് ഗൗരവമുള്ള കാര്യമാണ്. നമ്മൾ നിസ്സാരമായിട്ട് കാണും. ഞാനും നിങ്ങളൊക്കെ ഒരു വീട് പണിയാണല്ലോ, അതുകൊണ്ട് എന്താ നന്നായിട്ട് പറയും, എല്ലാം ചെയ്യാമെന്ന് വിചാരിക്കും. അവനിവിടെ വന്നത് വലിയ തകർന്ന വന്നത്, വലിയ വേദനയോടുകൂടി വന്നത്. ഞാൻ വീണ്ടും ചോദിച്ചു, ഈ പണി നടത്തിയതാരാ? പണി നടത്തിയപ്പോൾ സ്ഥാനം നോക്കുമ്പോൾ നമുക്കറിയാം, ചിലർ വന്നിട്ട് എന്താ വെച്ചാൽ തേങ്ങ പൊട്ടിക്കും. തേങ്ങ പൊട്ടിച്ചിട്ട് അത് നടുക്ക് നണ്ടായിട്ട് മാറുന്നെങ്കിൽ പറയും പണി ശുഭകരമായിട്ട് മാറില്ല. എത്രയോ വീട് ക്രിസ്ത്യാനിയുടെ മാറാതെ കിടപ്പുണ്ടെന്ന് അറിയുമ്പോൾ ഞാൻ ചോദിച്ചു, ഇത് കന്നിമൂല നോക്കിയതായിട്ട് തോന്നുന്നില്ലോ എന്ന് പറഞ്ഞു. സാധാരണ നമ്മൾ എന്താ കഴിഞ്ഞാൽ ഒരു മൂലക്കേന്ന് കെട്ടിത്തുടങ്ങും അല്ലേ, വീട് കെട്ടിത്തുടങ്ങിയൊരു മൂലക്കേന്ന്. അത് സാധാരണ ഏതായിരിക്കും? അച്ഛൻ വന്ന് കുറ്റിയടിച്ച് ആ കല്ലിട്ട് സ്ഥലത്തു നിന്നായിരിക്കും. ഈ സഹോദരൻ പറഞ്ഞു, ഈ കന്നിമൂല നടുക്കുന്ന തുടങ്ങുന്നത്. അതുകൊണ്ട് എന്താ വെച്ചാൽ ഈ വീടിൻ്റെ മതിൽ കെട്ട് അല്ലെങ്കിൽ തറ കെട്ട് നടുക്കുന്ന തുടങ്ങാമെന്ന് പറഞ്ഞു. ആരാ വന്നു വെച്ചാൽ അപ്പൻ്റെ കൂട്ടുകാരനാണ്, അപ്പൻ്റെ നല്ല കൂട്ടുകാരനാണ്. ആ കൂട്ടുകാരൻ തുടങ്ങി പണി അങ്ങോട്ട് തുടങ്ങി. സ്നേഹമുള്ളവരെ, പണി പൂർത്തിയായില്ല. 3-4 കൊല്ലമായി. അപ്പനും മകനും തമ്മിൽ വഴക്കായി, ഭാര്യയും മകനും തമ്മിൽ വഴക്കായി, കുടുംബത്തിൽ രോഗങ്ങളായി. ഹല്ലേലൂയ. എവിടെ വെച്ചെന്താ കന്നിമൂല നോക്കിയിട്ട് അവിടെ ബാത്റൂം വെച്ചു. ഇപ്പോൾ അവൻ പറയുന്നത്, അച്ഛാ നിരാശയാണ് അച്ഛാ, എന്ത് ചെയ്യണമെന്നറിയില്ല, ഒരു മേൽഗതിയില്ല. അവർ വേറൊരു അച്ഛൻ്റെ അടുത്ത് പോയി. അച്ഛൻ പറഞ്ഞു, ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ ഈ സ്ഥലത്തിൻ്റെ അവിടെ വന്ന് ഒരു ഭീകരജീവി അവിടെ നിൽക്കുക, ഭീകരജീവി നിൽക്കുകയാണ്. പിന്നെ എനിക്കറിയില്ല എന്ന് പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് ഞാൻ ഭീകരജീവിയത് ഈ കന്നിമൂല നോക്കിയതോടുകൂടി ഈ സ്ഥലം ആർക്ക് കൊടുത്തു? അസുരദേവന് കൊടുത്തു. അസുരദേവന് കൊടുത്തു. പിന്നെ ആര് വരും? ആര് വരും? ആ ദേവന്മാർ വരും. കാരണം 2025 വർഷങ്ങൾക്ക് മുമ്പ് ഈ ലോകത്തിലെ ഭൂമി പൂജ ചെയ്യപ്പെട്ടു. എങ്ങനെ? ഈശോയുടെ രക്തത്താൽ. ഈശോയുടെ രക്തത്താൽ ഈ ലോകത്തിലെ ഭൂമി പൂജ ചെയ്യപ്പെട്ടു. പിന്നെ ഒരു പൂജ ഒരു ദേവനെ സമർപ്പിക്കേണ്ട ആവശ്യം ഇല്ല. അത് നമ്മുടെ വിശ്വാസം. ആ വിശ്വാസത്തിൽ അല്ലാതെ ജീവിക്കുന്നവർ ഉണ്ട്. ഹല്ലേലൂയ.